ഹലോ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പക്ഷേ ലേബർ റൂമിലോട്ട് പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സാവകാശം ഞാൻ ഇടാം. എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ 9ാം മാസത്തിലൊരു ചടങ്ങ് നടത്തിയിരുന്നു, വളകാപ്പ് ചടങ്ങ്. ഞാനല്ല നടത്തിയത് കേട്ടോ. ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ഒരു 18 വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് നടത്തിയത് ഒരു ചടങ്ങാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത്, കൂടലെന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ വളകാപ്പ് എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഒത്തിരി സന്തോഷമായി കേട്ടോ. എല്ലാവരും കൂടെ ചെറിയ 18 വീട്ടുകാരെല്ലാം കൂടെ വന്ന് ചേർന്ന് നിന്ന് ഈ ഒരു ചടങ്ങ് നടത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ കാണിക്കാമേ. ഇതാണ് ചടങ്ങ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡാണ് തുടങ്ങി വെച്ചത്. 2 കൈയിലും കുറച്ച് വള അപ്പുറവും ഇപ്പുറമായിട്ട് ഇടുന്നു. ഓരോരുത്തർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരം തരുന്നു. ഇതൊക്കെയാണ്. ഈ വന്നവരെല്ലാം ഇതേപോലെ ചെയ്തു കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോസൊന്നും എനിക്ക് ഇടാൻ സാധിക്കുന്നില്ല. കുറച്ച് പേര്, നമ്മുടെ കുട്ടിപ്പട്ടാളം കുറച്ച് പേരുണ്ട് കേട്ടോ. ഇതെൻ്റെ മോനാണേ. അവന് മഞ്ഞൾ വരട്ടുവാണേ. മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിക്കകത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം ചാരിച്ച് ചേർത്തതാണ്. പക്ഷേ അതിന് ഒരുപാട് ഞങ്ങൾക്ക് എതിർപ്പുകൾ വന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ക്രിസ്ത്യൻസ് ആഘോഷിക്കില്ലല്ലോ. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും വേറെ അച്ഛന്മാരും എല്ലാം ഭയങ്കര ദേഷ്യമായിരുന്നു ഇങ്ങനെയൊക്കെ ചടങ്ങ് നടത്തിയതിന്. പക്ഷേ ഭയങ്കര സന്തോഷം, എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് നടത്തിയത്. പിന്നെ ഈ സാരിയും ബ്ലൗസും എല്ലാം സെറ്റ് ചെയ്തത് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ കുറച്ച് പിള്ളേരുണ്ട്. അവരാണ് ഈ പ്രോഗ്രാം തന്നെ, ഇങ്ങനൊരു ചടങ്ങ് തന്നെ നടത്തിയത് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒരുപാട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. എൻ്റെ മോൻ്റെ പരിപാടിയും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസ് ഒരുമിച്ചെടുത്തു. വന്നവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോസ് എനിക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ശേഷം പിന്നെ എൻ്റെ ചാച്ചൻ്റെ മമ്മി തന്നു. മമ്മിയും പപ്പയും കൂടാണ് ഈ നിൽക്കുന്നത്. അതിനുശേഷം മമ്മി എൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും ചാച്ചൻ്റെ കസിൻ്റെ മക്കളാണ്, അയോന ആൽബിയ. അതിനുശേഷം ഇത് ഇവിടെ ചിന്നു എന്ന് പറയുന്നൊരു കുട്ടിയാട്ടോ, കുട്ടിപ്പട്ടാളത്തിലൊരു കുട്ടിയാണ്. പിന്നെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം ടീംസാണ് കേട്ടോ. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇതൊക്കെ നടത്താറ്. ഇവളാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ്. ഇവളാണ് ഇതിൻ്റെ പുറകെ കളിച്ചത് മൊത്തം. ഈ ബാക്കിലത്തെ എല്ലാ ഫുൾ സെറ്റിങ്സും ഇവളാണ് ചെയ്തത് കേട്ടോ. ഇത് നീതു, മറ്റേത് അമൃതയായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇത് ചിന്നുവും നീതുവും അമൃത എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം സെറ്റപ്പ് എന്താ പറയുക, അടിപൊളിയാക്കി തന്നു എന്നുള്ളത്. ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങളാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ കൊച്ചു പിള്ളേരാണ്. ഇവരെല്ലാം ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇത് എൻ്റെ മോൻ ഇച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ, അയ്യപ്പൻ എന്ന പേര്. ഇവന് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. താഴത്തെ വീട്ടിലൊരു അമ്മൂമ്മയാണേ. അമ്മൂമ്മ അമൃതയുടെ അമ്മൂമ്മയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സന്തോഷമായൊരു ദിവസമായിരുന്നു അത്. ഈ അയ്യപ്പൻ്റെ അമ്മയും പപ്പയും ഇവിടെ ഇല്ല കേട്ടോ. അവർ വെളിയിലാണ്. അവരെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് നെയ്ബേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നു. ഇത് സുജിയമ്മാമ, സൂസിമാമ, അങ്ങനെ എൻ്റെ വളരെ അടിപൊളിയായിട്ടുള്ള പല രീതിയിലുള്ള ഫോട്ടോസൊക്കെ പിള്ളേരെടുത്തു കേട്ടോ. പല പോസിലാണ് എടുത്തത്. അതിനുശേഷം ചാച്ചനെയും കൊണ്ട് എടുപ്പിച്ചു. ചാച്ചൻ കൂടെ നിന്ന് എടുത്തു. ഭയങ്കര എനിക്ക് ഒത്തിരി ജീവിതത്തിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ ചാച്ചനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കി കേട്ടോ. ചാച്ചന് വയറുണ്ട്. അപ്പോൾ ചാച്ചൻ്റെ വയറിൽ ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഇത് അമൃതയുടെ ഫാമിലി, അമൃതയും അമൃതയുടെ അമ്മയുമാണ്. അതിനുശേഷം ഇത് ദേവുവാണേ. ദേവുവിൻ്റെ കാര്യം വിട്ടു കേട്ടോ. ദേവു ഇതിന് തൊട്ട് പുറയുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും. ഇത് ലിസിയമ്മയുടെ കൂടെ ലിസിയമ്മയുടെ കൊച്ചുമോനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചിന്നുവിൻ്റെ അമ്മയാണ്, മായ എന്ന പേര്. പിന്നെ ആവണി അച്ചു എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിലെ 2 കുഞ്ഞുങ്ങളാണത്. പിന്നെ രമ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്, നമ്മുടെ ഇവിടെ അടുത്തുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും വന്നു കേട്ടോ. ലിനു എന്ന് പറയുന്നൊരു ചേച്ചി, അതായത് നീതുവിൻ്റെ അമ്മയാണിത് കേട്ടോ. പിന്നെ ജെഫിയുടെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഇടിപ്പിക്കാനൊക്കെ നോക്കി, അവൾ ഇട്ടില്ല കേട്ടോ. ഇതാണെന്നെങ്കിൽ ഷികയുടെ അമ്മയുമാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിലെ കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ ഇത് ശ്രീകുമാരി ആൻറ്റി, അമൃതയുടെ അമ്മ. ഇത് സ്മിജ എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇത് അയ്യപ്പൻ്റെ അമ്മൂമ്മ കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മൂമ്മയാണ്. ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇവർക്കാർക്കും ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടിയെന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞു കൊടുത്ത് ചെയ്യുകയാണ്. അതിനുശേഷം ജോളി എന്ന് പറഞ്ഞൊരു അമ്മ, ഇത് ചോളിയ മാമ, അമ്മാമ്മയ്ക്ക് ഒന്നും അറിയില്ല കേട്ടോ, എനിക്കൊന്നും അറിയില്ല എന്നാ പറയുന്നത് കേട്ടോ. ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ അടുത്തെല്ലാം നിന്നിട്ട് ഓരോരുത്തർ ഈ നിൽക്കുന്നവർക്ക് ആർക്കും ഒന്നും അറിയില്ല കേട്ടോ. ഒരു എന്തൊക്കെയോ ഒരു രീതിയിലങ്ങ് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണം. ഇങ്ങനൊരു ചടങ്ങ് നടത്തിയതിൽ, അതായത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻസ് ഇങ്ങനൊരു ചടങ്ങ് നടത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുക. കൂടുതൽ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. ഒരുപാട് വീഡിയോസുകളെല്ലാം എനിക്ക് ഇടാനുണ്ട്, അതെല്ലാമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഇനിയും ഇത് എൻ്റെ ചാച്ചൻ്റെ കസിൻ്റെ വൈഫും മക്കളുമാണ്. അതിനുശേഷം ഷിഗയുടെ അമ്മയുണ്ട്. അതിനുശേഷം താഴത്തെ അമ്മൂമ്മ, അമൃതയുടെ അമ്മൂമ്മ, പിന്നെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി. ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് പറ്റാവുന്നിടത്തോളം. ആരുടെയെങ്കിലും ഫോട്ടോസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.